കഴിഞ്ഞ ദിവസം നാം ഇപ്രകാരം അനുഗ്രഹത്തിന്റെ സങ്കീർത്തനമാ 128 വായിച്ചത് അല്ലേ? എത്ര പേർക്ക് ഓർമ്മയുണ്ടത്? കഴിഞ്ഞ സൺഡേ നാം വായിച്ചത് 128. യഹോവയെ ഭയപ്പെടുന്നവന്റെ ഭാഗ്യ അവസ്ഥയെ പറ്റിയാണ് 128 സങ്കീർത്തനത്തിൽ വായിച്ചതെങ്കിൽ, ഇന്ന് നാം വായിച്ച സങ്കീർത്തനം 129 ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. സിയോൻ തോൽപ്പിക്കപ്പെടുമെന്ന് ഒരു സാധ്യത മുമ്പിൽ നിൽക്കുമ്പോൾ, സിയോൻ ദൈവത്തിന്റെ നഗരം അല്ലേ, അങ്ങനെയല്ലേ നാം മനസ്സിലാക്കുന്നത്? സിയോൻ തോൽപ്പിക്കപ്പെടും, അല്ലെങ്കിൽ നാശമായി മാറും, തകർന്നു പോകും എന്ന് തോന്നുമ്പോൾ അവിടെയുള്ള ഭക്തജനങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥന, ഭക്തന്റെ സ്തോത്രം മനസ്സിൽ പരിശുദ്ധാത്മാവ് ഹേമിച്ചപ്പോൾ എഴുതിയ ഒരു ആരോഹണ ഗീതമാണ് നാം ഇന്ന് വായിച്ച. ഹലോ, ബൈബിൾ എല്ലാം കുഞ്ഞുങ്ങളൊക്കെ തുറന്നേ. മോൻ വായിച്ചോ, ഉറക്കെ വായിച്ചോ, കേട്ടില്ല. ഇസ്രായേലിന് പറയേണ്ടതിനാൽ അവൻ എന്റെ ബാല്യം മുതൽ പലപ്പോഴും. ഒരാൾ വായിക്കും, മറ്റൊരാൾ പുസ്തകം നോക്കിയിരിക്കണം. വായിക്കുന്ന ആളുടെ മുഖത്തല്ല, ബുക്കിലോട്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവിടെ വായിച്ച എന്താണ്? ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. രണ്ടാം വാക്യത്തിലും ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് കാണുന്നത്. എന്താണ്? ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചു. അപ്പോൾ സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നഗരമാണെന്ന് നമുക്കത് അണ്ടർസ്റ്റുഡ് മനസ്സിലാക്കാനായിട്ട് കഴിയും. ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഇസ്രായേൽ തൻ്റെ ചരിത്രം ഒരൊറ്റ വാക്കിൽ ഇവിടെ സൂചിപ്പിക്കുന്നതാണ്. മുഴുവൻ ഹിസ്റ്ററിയും, പഴയ നിയമം മുഴുവൻ ഹിസ്റ്ററിയും ഒറ്റ വാക്കിൽ പറയുക. എന്താണ് പറയുന്നത്? ബാല്യം മുതൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് ഉരുവായോ അന്നു മുതൽ ഇന്ന് വരെയും അവർക്ക് എന്തുണ്ട്? ഉപദ്രവമുണ്ട്. നമ്മളോടാ പറഞ്ഞത്, പുതിയ നിയമ ഇസ്രായേലിനോട് അല്ലേ? ക്രിസ്തുവിൽ ഞാൻ എന്നു മുതൽ ഉരുവായോ അന്നു മുതൽ എനിക്ക് എന്തുണ്ട്? അയ്യോ, നിങ്ങൾക്ക് ആർക്കും ഉപദ്രവമില്ലാത്ത പോലെ ഇരിക്കുന്നു പാസ്റ്ററെ. ഞങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയോ കഷ്ടമോ ഒന്നുമില്ല പാസ്റ്ററെ. പാസ്റ്റർ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി അല്ലേ? അല്ലെന്ന്, ഉപദ്രവമുണ്ടെന്ന്. ബേണി എങ്ങനെയല്ലേ വായിച്ചേ? സെക്കൻഡ് വായിച്ചേ, ഉറക്കെ വായിക്കേ. അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. എങ്കിലും അത് നിങ്ങൾ എല്ലാവരും അണ്ടർലൈൻ ചെയ്യണേ. അത് നിങ്ങൾക്കുള്ള ദൂത. ഈ പകൽ നിങ്ങളോട് പറയാൻ സങ്കീർത്തനകാരൻ പറഞ്ഞിട്ടുള്ള ദൂത് എന്താണ്? എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. നെഞ്ചത്ത് കൈവച്ച് പറയണം, എന്നെ ജയിച്ചില്ല. ആമേൻ, സ്തോത്രം. എങ്കിലും എന്നെ ഉപദ്രവിച്ചവർ ആമേൻ എന്നെ ജയിച്ചില്ല. ഈ പകൽ സങ്കീർത്തനം നമുക്ക് നൽകുന്ന ഉറപ്പെന്തെന്നറിയാമോ? നാം ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ആമേൻ ഒരു ഇരുളിന്റെ ശക്തിക്കും നമ്മെ ജയിപ്പാൻ കഴിയുകയില്ല. ആമേൻ, സ്തോത്രം. സന്തോഷിപ്പാൻ വകയുണ്ട് കേട്ടോ. ആലയം വിട്ടു പോകുമ്പോൾ നിരാശയായി പോകാൻ ഇടവരരുത്. ആലയം വിട്ടു പോകുമ്പോൾ മനസ്സിൽ ഭാരത്തോടെ പോകാൻ ഇടവരരുത്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിയാണോ ആമേൻ ഹല്ലേലൂയ, അതിനെ അതിജീവിപ്പാൻ, അതിനെ സർവൈവ് ചെയ്യുവാൻ, അതിനെ ഓവർകം ചെയ്യുവാൻ നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളണം? സിയോനിൽ വസിക്കണം. സിയോൻ ദൈവത്തിന്റെ നഗരമാണ്, ദൈവ സാന്നിധ്യം ഉള്ള ഇടമാണ്, ദൈവത്തിന്റെ ആലോചനകൾ ഉള്ള ഇടമാണ്. അവിടെ രേഖപ്പെടുത്തുന്ന ഇപ്രകാരമാണ്, ആസ് പെർ ദ കൗൺസിൽസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആലോചനകൾക്ക് ഒത്തവണ്ണം. ആമേൻ, സ്തോത്രം. ഞാൻ സിയോനിൽ വസിക്കുമ്പോൾ, ആമേൻ, സിയോനിൽ നിന്ന് എന്ത് പുറപ്പെടുന്ന പറഞ്ഞത്? ദാണ്ട കിടക്കുന്നു. സിയോനിൽ നിന്ന് എന്താ കിടക്കുന്നേ? സ്തുതിയല്ല, ഉപദേശം. നമുക്ക് ഉപദേശം ആവശ്യം. സ്തോത്രം. ആമേ, സിയോനിൽ അവരെല്ലാവരും കൂടെ കൈകൊട്ടി പാടി സ്തോത്രം പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഉപരി അവിടെ എന്താണ് പുറപ്പെട്ടു വരുന്നത്? ഉപദേശം പുറപ്പെടുകയാണ്. ഈ ഉപദേശം പുറപ്പെടുമ്പോൾ അത് ദൈവിക ഉപദേശമാണെങ്കിൽ അതിനെ ഒരു ശക്തിക്കും എന്ത് ചെയ്യുവാൻ കഴിയുകയില്ല? ജയിപ്പാനായിട്ട് കഴിയുകയില്ല. പഴയ നിയമത്തിൽ ഇസ്രായേലിന് പ്രതിസന്ധികൾ ഒന്നിന് പുറകെ ഒന്നായപ്പോൾ അതിനെ ജയിപ്പാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അവിടെ ദൈവിക നടത്തിപ്പുകളും ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ തിരുവെഴുത്തുകളും അവിടെ ഉള്ളത് കൊണ്ടാണെങ്കിൽ, പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്നാ വേണമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഉപദേശം വേണമെന്ന്. എന്ത് വേണമെന്ന കുഞ്ഞുങ്ങളെ? ഉപദേശം, ഡോക്ട്രിൻ. സഭയെ നിലനിർത്തുന്നത് എന്താണ്? ദൈവിക ഉപദേശമാണ്. ഉപദേശം ഇല്ലാത്തയിടത്ത് ജനം എന്ത് ചെയ്യുന്നു? ആരാ പറഞ്ഞല്ലോ? മര്യാദ വിട്ട് നടക്കുന്നു, വഷളത്വം പ്രവർത്തിക്കുന്നു,
ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് വെച്ചേക്കാം. ആമേൻ, സ്തോത്രം. എവിടെ ഉപദേശമില്ല അവിടെ എന്ത് ചെയ്യും? അടിസ്ഥാനം, ആമേൻ, ഹല്ലേലൂയ, നല്ലത് ആകുകയില്ലെന്ന്. സഭയെ പിടിച്ചു നിർത്തുന്നത്, നമ്മെ ഓരോരുത്തരും ക്രിസ്തുവിൽ പിടിച്ചു നിർത്തുന്നത് തിരുവെഴുത്തുകളിൽ നമ്മെ ഗ്രഹിപ്പിക്കുന്ന ദൈവിക ഉപദേശങ്ങളാണ്. അങ്ങനെയെങ്കിൽ ദൈവിക ഉപദേശത്തിന് നാം നിന്നുകൊടുത്താൽ മതി. ആമേൻ, സ്തോത്രം. ഒന്നിനും നമ്മെ ജയിപ്പാൻ കഴിയുകയില്ല. ഒന്നിനും ജയിപ്പാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ ഏതാണ്ട് വലിയ ശത്രുക്കളെന്ന്. കർത്താവ് എന്താ പറഞ്ഞത്? ശത്രുവിനെ അങ്ങനെയല്ലേ പറഞ്ഞത്? സംശയമുണ്ടോ ബ്ലസ്സിക്ക്? ശത്രുവുണ്ടോ ആരെങ്കിലും? ഇല്ല. കൊച്ചിന് പോലും ആരില്ല? ശത്രുവില്ല. സ്തോത്രം. അപ്പോൾ ശത്രുവിനെ സ്നേഹിപ്പാനാണ് കർത്താവ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയണം ശത്രുവിന് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എത്താനി പറഞ്ഞേ, വെരി ഗുഡ്. അഷേർ എന്താ പറയുന്നത്? ശത്രുവിനെ സ്നേഹിക്കണം. ഇവിടെ അടിച്ചു കൊടുത്താൽ, ഈ കവിളടിച്ചാൽ മറ്റേ കവിള് കൂടെ കാണിച്ചു കൊടുക്കണം. അതൊരു ക്രിസ്തീയ താഴ്മയുടെ അനുഭവമാണ്. ക്രിസ്തീയ താഴ്മയുടെ അനുഭവം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ബേസിക് അതാണ് അല്ലേ? എന്നോടൊക്കെ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നൊന്നും വിശ്വാസത്തിൽ വരാത്ത സമയത്ത് ഒരു അടി കിട്ടി വന്ന് ഇങ്ങനെ കരയും. വീട്ടിൽ വന്ന് മോങ്ങുമ്പോൾ പറയും, എല്ലാവരും നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടാ, അടി മേടിച്ചിട്ട് വരാതെ 2 കൊടുത്തിട്ട് വേണ്ടി വരാൻ. കേട്ടോ, ഇത് ഇപ്പോഴല്ല, യേശുവിനെ അറിയുന്നതിന് മുന്നത്തെ കാര്യം. അപ്പൊ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറയുന്നത്? സാരില്ല മോനെ, അല്ലേ? നമുക്ക് മാതാപിതാക്കൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങളോട് മക്കൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? സ്തോത്രം. നമ്മുടെ ആ കുഞ്ഞുനാൾ മുതൽ ആ തിരുവെഴുത്തുകൾ നടക്കുമ്പോൾ യേശു കൊടുത്തൊരു ഉപദേശം, നിന്നെ പോലെ തന്നെ നിന്റെ, അല്ലേ? സ്തോത്രം. ഇത് ഭയങ്കര ഒരു മർമ്മമാണ്. ന്യായപ്രമാണം 2 കൽപ്പനകളിൽ അങ്ങ് ഒതുക്കി കർത്താവ്, അല്ലേ? അങ്ങനെയല്ലേ ചെയ്തത്? ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. 2, നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. 2 കൽപ്പനകളിൽ മൊത്തം ന്യായപ്രമാണത്തെ കർത്താവ് ചുരുട്ടി കൂട്ടി അങ്ങ് കൊടുത്തു കയ്യിൽ. സ്തോത്രം. ഇതിലും വലിയ പ്രമാണം ഇനി ഇല്ലെന്ന്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഇവിടെ ശത്രു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് നമ്മുടെ കടം മേടിച്ചിട്ട് കടം തിരിച്ചു തരാത്തവരും, നമ്മുടെ അതിർമാന്തിയവനും, നമ്മെ പള്ളു പറഞ്ഞവനും, നമ്മെ പരദൂഷണം പറഞ്ഞവനും, നമ്മെ നിന്ദിച്ചവനുമാണ് നമ്മുടെ ശത്രു. നല്ലെന്ന്. നമ്മുടെ ശത്രു എന്താണ്? സ്തോത്രം. ഇരുളിൻ്റെ ആടങ്ങളാണ്. ഒരു പ്രതിയോഗി ഉണ്ടെന്ന് ആമേൻ ലേഖനങ്ങളിൽ വായിക്കുന്നു. ആമേൻ ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു പാർട്ടി നമ്മുടെ പുറകിലുണ്ട്. നാം കാണുന്നില്ലെങ്കിലും അവൻ ഏത് സമയം അലേർട്ടാ എന്ന് പറഞ്ഞാൽ നമ്മെ എങ്ങനെയെങ്കിലും വിഴുങ്ങിക്കളയാൻ. കേട്ടോ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് എന്ത് ചെയ്യണം? സർവായുധവർഗം ധരിക്കണം. ആമേൻ. ജയിക്കണമോ എന്ത് ധരിക്കണം? സർവായുധവർഗം ധരിക്കണം. മിസൈലും മാറ്റം ബോംബും സ്തോത്രം പുതിയ മിഷൻ ഗണ്ണൊന്നുമല്ല ധരിക്കേണ്ടത്. പിന്നെ എന്താണ്? സർവായുധവർഗം ധരിക്കണം. എല്ലാറ്റിലും എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥനയോടെ. ഏറ്റവും വലിയ ആയുധമാ പ്രാർത്ഥന എന്നുള്ളത്. ഒരു ഭക്തൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, അവന് വിരോധമായി എഴുതിയ രേഖയെ സ്വർഗം എന്ത് ചെയ്യുന്നു? മാറ്റുന്ന ദൈവമാണ്. ആമേൻ. സ്തോത്രം. ഒരു ഭക്ത ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവന് പ്രതികൂലമായ അനുഭവത്തെ സ്വർഗം മാറ്റി കളയുന്ന ദൈവമാ. സ്തോത്രം പറഞ്ഞാട്ടെ. മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വചനം എന്തെന്നറിയാമോ? എന്നെ അവർ ജയിച്ചില്ല. ഈ പകൽ ആമേൻ, സ്തോത്രം, ആമേൻ, നിന്നെ ഭരിക്കുന്ന പാപത്തെ നോക്കി പറയണം. കേട്ടോ, ഇനി ബ്ലെസ്സിങ് വിട്ടു, ഇനി പാപത്തിലോട്ട് വരിക. ഈ പാപത്തെ നോക്കി പറയണം, നീ എന്നെ ജയിക്കുകയില്ല. നിന്റെ മേൽ വാഴുന്ന ഏത് നിലയിലുള്ള പാപത്തിന്റെ അവസ്ഥകളാകട്ടെ, അതിന്മേൽ ജയം വേണമെങ്കിൽ നീ സിയോനോട് ചേർന്ന് നിൽക്കണം. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നീ ഉണർവോടെ നിന്നാൽ നിന്നെ ഭരിക്കുന്ന ഇരുളിന്റെ ആഴങ്ങളെ, ആമേൻ, നിന്റെ ചിന്തയെ, നിന്റെ ബുദ്ധിയെ, നിന്റെ നടപ്പിനെ ദൈവസന്നിധിയിൽ തെറ്റിച്ചു കളയുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ മാറ്റുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഫിലിപ്പി ലേഖനം 4:13 എന്താണ് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും സുപരിതമായ വാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. കുഞ്ഞുങ്ങൾ വെരി ഗുഡ്. പറഞ്ഞാട്ടെ. മക്കൾ എടുക്കണ്ട, പറഞ്ഞോ. ബൈഹാർട്ടാ ഇത്, നിങ്ങൾ ബൈഹാർട്ട് പറഞ്ഞിട്ടുള്ള ആൺമക്കളെന്ന് പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും
മതിയായവനാകുന്നു. ആമേൻ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ എത്ര പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ കയറി വരട്ടെ, ആമേൻ, സ്തോത്രം, എന്നെ ശക്തനാക്കുന്നവൻ ആ പ്രതിസന്ധിയിൽ ഇറങ്ങി വന്ന് അവിടെ എന്നെ വിടുവിക്കുന്ന ദൈവമാ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, എത്ര ക്ലേശകരമായ അനുഭവമാകട്ടെ, ആ അനുഭവത്തിലേക്ക് സ്വർഗം ഇറങ്ങി വന്ന് നിന്നെ യഥാസ്ഥാനത്താക്കുന്ന, നിന്നെ പണിയുന്ന, നിന്നെ വിടുവിക്കുന്ന ആ ക്ലേശകരമായ അനുഭവത്തെ, നിന്റെ കണ്ണുനീരിനെ, യെസ്, ഈ പകൽ സ്വർഗം മാറ്റുന്ന ദൈവമാകുന്നു. നിന്നെ ശക്തനാക്കുന്ന ദൂരെ നിൽപ്പാൻ നീ അനുവദിക്കരുത്. അവൻ നിന്റെ അടുക്ക നിൽപ്പാൻ നീ അനുവദിച്ചാൽ മതി. ആമേൻ, നിന്നെ ശക്തനാക്കുന്നവൻ, ആമേൻ, നിന്റെ അരികിൽ നിൽക്കുമ്പോൾ, ആമേൻ, വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, കർത്താവേ, നാളുകളായി ചുമക്കുന്ന ഈ നിന്ദയെ മാറ്റുവാൻ സ്വർഗമേ നിനക്ക് കഴിയുമെന്ന് ഈ പകലെന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം ഒന്ന് ചേർന്ന് വാക്യം 2 കൊരിന്ത്യർ 4:8 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗം ഒരാളത് പെട്ടെന്ന് വായിച്ചു വിട്ടേ. 2 Corinthians chapter 4 verse. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. 12 വരെ ഒന്ന് വായിച്ചു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു, ഭക്തൻ പറയുന്നത് എന്താണ്? ആമേൻ, സ്തോത്രം, ഞങ്ങൾ സകല വിധത്തിലും എന്ത് ചെയ്യാണ്? കഷ്ടം സഹിക്കുന്നവരാ. എങ്കിലും ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നില്ല? ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ ഒരു ഇടുക്കത്തിന്റെ അവസ്ഥയിലല്ലെന്ന ഈ ഭക്തൻ വിളിച്ചു പറയുന്നു കേട്ടോ. സ്തോത്രം. ബുദ്ധിമുട്ടെന്ന് പറയാം ഞങ്ങൾ, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? നിരാശപ്പെടുന്നില്ല. ഒരു ഭക്തന്റെ മൈൻഡ് സെറ്റപ്പ് കണ്ടു. പ്രൈസ് ഗോഡ്. ഒരു പ്രതിസന്ധി കയറി വരുമ്പോൾ നിരാശ വരുന്നത്, ഡിസ്കറേജ്മെന്റ് ഉണ്ടാകുന്നില്ല അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? കുറച്ചുകൂടെ യൂത്ത് ആയിട്ടുള്ള ജനങ്ങൾക്കൊക്കെ എന്താണ്, അപ്പച്ചന്മാർക്കൊക്കെ പഴക്കം തടക്കമൊക്കെ വന്നതുകൊണ്ട് അമ്മച്ചിമാർക്ക് എന്ത് ചെയ്യും? ഒരു ഇതിലും തട്ടുകേടില്ലാത്ത രീതിയിൽ നിൽക്കും. പക്ഷേ പെട്ടെന്ന് അല്പം സെൻസിറ്റീവായ ആളുകളും ഉണ്ട് അല്ലേ? ഒരു വിഷയം കേട്ടാൽ പെട്ടെന്ന് എന്ത് ചെയ്യുക? പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല, മോങ്ങിക്കരയുക. ചിലവരെന്ത് ചെയ്യും? ഒരു കയറും എടുത്ത് ഓടിപ്പോകുന്നതാണ് അല്ലേ? അങ്ങനെ ഓടിയ വ്യക്തിയൊക്കെ ആയിരുന്നു ഞാനും കേട്ടോ. ഒരു വലിയ പ്രശ്നം വരുമ്പോൾ കർത്താവേ മതി, ഈ ജീവിതം അവസാനിപ്പിക്കുക എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമുക്ക് കേട്ടല്ലോ, 10ാം ക്ലാസ്സിൽ തോറ്റ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ചെയ്ത ഒരു കടുങ്കൈ നാം വായിപ്പാനിടയായി. പ്രിയപ്പെട്ടവരെ, നാം ഒത്തിരി സെൻസിറ്റീവ് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങളാ. എൻ്റെയൊക്കെ പരാജയം നിങ്ങൾക്കില്ലല്ലോ. ഞാൻ ഇത്രയും പരാജയപ്പെട്ട് അവസാനം ഇങ്ങനെ പെട്ടയായി. നിങ്ങളൊന്ന് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. അപ്പോൾ പരാജയപ്പെട്ടു, അങ്ങനത്തെ ഒരു പെട്ടൽ പെട്ടു. സ്തോത്രം. എൻ്റെ അത്ര പരാജയം നിങ്ങൾക്കില്ല. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് സ്തോത്രം ചെയ്യുക കേട്ടോ. ആമേ, വളരെ ശക്തന്മാരാ. പക്ഷേ ഒരു ചെറിയ വിഷം വരുമ്പോൾ നിങ്ങൾ നിരുത്സാഹപ്പെടരുത്. ഈ ഭക്തൻ പറയുന്ന കാര്യങ്ങൾ എന്തെന്നറിയാമോ? ബുദ്ധിമുട്ടെന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. അടുത്ത വചനമാ, ഉപദ്രവം അനുഭവിക്കുന്നുണ്ടെന്നേ. ഇല്ലാതല്ല, ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയിട്ട് ഉപദ്രവം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിക്കപ്പെടുന്നില്ല. ആരും ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞേ. ദൈവം അവരെ ഉപദ്രവത്തിനകത്ത് എന്ത് ചെയ്യുന്നില്ലെന്ന്? ഉപേക്ഷിക്കുന്നില്ലെന്ന്. കാരണം ജയം തരുന്നവൻ കൂടെയുണ്ട്, ശക്തനാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഈ പകലൊരു ഉറപ്പ് പ്രാപിച്ചേച്ചു വേണം പോകുവാൻ. ആമേൻ. നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ മുഖത്ത് നിന്നെ കൈവിടുന്ന ദൈവമല്ല. നാം മുന്നമേ പറഞ്ഞ പോലെ, പെറ്റ അമ്മ മറന്നു കളഞ്ഞാലും അവൻ നിന്നെ മറക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ദൈവമോ. ഇത്രത്തോളം കരുതലിന്റെ വാഗ്ദത്തം നൽകുവാൻ ഈ ഭൂമിയിൽ ആരുമില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് എത്ര മനോഹരമായൊരു വാഗ്ദത്തമാണ് നൽകുന്നത്. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ആമേൻ, സ്തോത്രം. കാരണം എന്തെന്നറിയാമോ? 10 യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. 4 പ്രതിസന്ധികൾ പറയുക. ഈ 4 പ്രതിസന്ധികൾ 1 by 1 ആയിട്ട് കയറി വരുമ്പോഴും അവർ തകർന്നു പോകാതിരിക്കുന്നത്, ആമേൻ, നിരാശപ്പെടാതിരിക്കുന്നത്, ഇടുങ്ങിപ്പോകാതിരിക്കുന്നത്, ഉപേക്ഷിക്കപ്പെടാതെ പോകുന്നത്, നശിച്ചു പോകുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? യേശുവിന്റെ മരണം എന്ത് ചെയ്യുകയാണ്? ഞങ്ങളുടെ മർത്തൃ ശരീരത്തിൽ എന്ത് ചെയ്യുക?
വഹിക്കുക. ഈ യേശുവിന്റെ മരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഗ്രഹിക്കണം കേട്ടോ. യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ആമേൻ, മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി യേശുവിന്റെ മരണം. ആമേൻ. എന്നു മാത്രമല്ല, യേശുവിന്റെ മരണത്തിന് പ്രത്യേകത എന്നറിയാമോ? യേശുവിന്റെ മരണം മുഖാന്തരം അന്നുവരെയും പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്നതിന് സ്വർഗം എന്ത് ചെയ്തു? കരം പിടിച്ച് എഴുന്നേൽപ്പിപ്പാനിടയായി. ആശയറ്റതിന് ആശ കടന്നു വന്നു. യേശുവിന്റെ മരണത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അനേക ഭവനങ്ങളിൽ സമാധാനം കൊണ്ടുവരുവാൻ കഴിഞ്ഞു. യേശുവിന്റെ മരണത്തിന് എന്ത് കഴിഞ്ഞു? അനേക ജീവിതങ്ങളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞു. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആമേൻ, അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യമുണ്ട്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശമേൽ കയറിയത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല, നമുക്ക് നേട്ടമേ ഉണ്ടായുള്ളൂ. ഈ പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും യേശുവിന്റെ മരണം? ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുന്ന ഭാഷ ഇതാ: ഒരു ചൂടടയാളം എന്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. ആമേൻ. വാട്ട് ഈസ് ദിസ്? ആമേൻ, ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. യേശുവിന്റെ മരണത്തിന്റെ ആമേൻ ഒരു ചിഹ്നം ഞാൻ വഹിക്കുക. ഇതെന്നോട് പറയുന്നത് എന്തെന്നറിയാമോ? എൻ്റെ അസാധ്യതകൾ, എൻ്റെ ഇമ്പോസിബിലിറ്റികൾ, എൻ്റെ കഴിവില്ലായ്മകൾ, എൻ്റെ നിരാശകൾ, എൻ്റെ പരാജയങ്ങൾ, എൻ്റെ തകർച്ചകൾ, എൻ്റെ ഇടുക്കങ്ങൾ, ഇതിനെ ഒന്നും എന്നെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല. ദൈവപൈതലേ, ആമേൻ, യേശുവിന്റെ മരണം എപ്പോഴും നീ വഹിക്കുന്നുവെങ്കിൽ അതിന്റെ പുറകിൽ അവൻ മറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ പുറകിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആമേൻ. യേശു മരിച്ച് കല്ലറയിൽ ഒതുങ്ങി അവിടം കൊണ്ട് തീർന്നിട്ടില്ല. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവമാ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണത്തിൽ കൂടെ മനുഷ്യരാശിക്ക് ലഭ്യമായ ഒട്ടനവധി കാര്യങ്ങൾ വിവരിപ്പാൻ ആമേൻ സ്തോത്രം വേദപുസ്തകത്തിന് ആമേൻ ഹല്ലേലൂയ പരിമിതികളുണ്ട് അല്ലേ? ഈ പേജുകൾക്ക് പരിമിതിയുണ്ട്. വേദപുസ്തകം മീൻസ് പേജുകൾക്ക് പരിമിതിയുണ്ട്. അത് എത്രത്തോളം പ്രസംഗിച്ചാലും ആമേൻ എത്ര വർഷമെടുത്ത് പ്രസംഗിച്ചാലും അത് തീരുകയില്ല. അത്രത്തോളം പ്രാധാന്യത ഇമ്പോർട്ടൻസ് യേശുവിൻ്റെ മരണത്തിനുണ്ടെങ്കിൽ ഈ പകൽ നീ കടന്നു പോകുന്ന ഇടുക്കത്തിന്റെ അവസ്ഥയിൽ ആമേൻ ആ യേശുവിന്റെ മരണത്തെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ആമേൻ ഹല്ലേലൂയ, ഞാൻ മരണത്തിന്മേലും പാതാളത്തിന്മേലും ജയം പ്രാപിച്ച കർത്താവ്. ആമേൻ. ഞാൻ കർത്താവ് പറഞ്ഞ പ്രകാരം ഞാൻ ക്രൂശിന്മേൽ തകർക്കപ്പെട്ടപ്പോൾ യേശു പറയുകയാണ് ആമേൻ ഹല്ലേലൂയ, ജയോത്സവം കൊണ്ടാടുകയാ. യേശുവിന്റെ മരണത്തെ പറ്റി അപ്പോസ്തലൻ പറയുന്ന പ്രകാരം ഇതൊരു ജയോത്സവമാ, ഇതൊരു തകർച്ചയല്ല, ഇതൊരു ഇല്ലായ്മയല്ല, ഇതൊരു നഷ്ടത്തിന്റെ വാക്കല്ല. അങ്ങനെയെങ്കിൽ ഈ പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ആമേൻ ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ് ആമേൻ, യേശുവിന്റെ മരണം നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ചയല്ല, മറിച്ച് അതൊരു ജയോത്സവം കൊണ്ടാടുന്ന ഒരു പ്രതീതിയാ. ആമേൻ ഹല്ലേലൂയ. എവിടെയൊക്കെ നീ തകർന്ന്, എവിടെയൊക്കെ നീ തളർന്നു എന്ന തോന്നലുകൾ നിന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ സ്തോത്രം. എവിടെയൊക്കെ നീ ഇടുങ്ങിപ്പോയി, ഇനി എനിക്ക് തിരിച്ചു വരുവാൻ കഴിയില്ലെന്നുള്ള ചോദ്യചിഹ്നങ്ങളുണ്ട്. എന്നാൽ സ്വർഗം നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകുന്നു. ആമേൻ ഹല്ലേലൂയ. ആ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നിർത്താം. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ, യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴി പോകുന്നവർ പറയുന്നതുമില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. ഒരു എക്സ്പെക്ടേഷൻ ഈ സങ്കീർത്തനകാരന്റെ ഹൃദയത്തിനകത്ത് ഒരു പ്രതീക്ഷ വരികയാണ്. ആരെങ്കിലുമൊക്കെ വഴി പോകുന്നവരെങ്കിലും പറയട്ടെ, യഹോവയുടെ ഒരു അനുഗ്രഹം, യഹോവയുടെ ഒരു വിടുതൽ നിങ്ങൾക്കുണ്ടാകട്ടെ. പക്ഷേ ഒരു മനുഷ്യൻ പോലും തന്നോടൊരു ആശ്വാസ വാക്ക് പറയാൻ കഴിയാതിരിക്കുമ്പോൾ ഈ ഭക്തൻ പറയുന്നത് എന്തെന്നറിയാമോ? ഹല്ലേലൂയ, എന്നെ ഉപദ്രവിക്കുന്നവർ, എന്നെ കഷ്ടപ്പെടുത്തുന്നവർ, എന്നെ നിരാശയിലേക്ക് തള്ളിവിടുന്നവർ ഒത്തിരിയുണ്ട്. 1 by 1 ഒത്തിരിയുണ്ട്. പക്ഷെ അവരാരും ഇന്നുവരെ എന്നെ ജയിച്ചിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. നിത്യയുടെ തീരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവം പൈതലേ, നിനക്ക് പറയുവാൻ കഴിയണം ആമേൻ, എൻ്റെ ജീവിത നാളുകളിൽ, എൻ്റെ ക്രിസ്തീയ ജീവിത യാത്രകളിൽ ആമേൻ ഇരുളിൻ്റെ ആഴങ്ങൾക്ക് എന്നെ ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ല, ജഡത്തിന് എന്നെ ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ല, പാപത്തിന് എന്നെ ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ല, ലോകത്തിന്റെ മോഹങ്ങൾക്ക് എന്നെ ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ ശക്തികൾക്ക് എന്നെ ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ല, ദുഷ്ടാത്മസേനകൾക്ക് എന്നെ ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ല. സിയോനിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ആമേ തോൽവിയല്ല, ജയമേ ഉള്ളൂ. ഈ പകൽ ഒരു ഉറപ്പ് പ്രാപിക്കട്ടെ. അതിന് 3 സങ്കീർത്തനത്തിന്റെ 3 പറയുന്ന പ്രകാരമാ. ഏത് നിലയിലെ പ്രശ്നം കയറി വന്നത്? ഒടുവുചാല് കണക്കെ. ആമേൻ. എൻ്റെ ശരീരം മുഴുവൻ ഒടുവുചാല് കണക്കെ, കീറത്തക്ക രീതിയിൽ. ആമേൻ ഹല്ലേലൂയ. തൻ്റെ ശരീരത്തിലെ തൻ്റെ പ്രതിസന്ധി ഇസ്രായേലിന്റെ മുഴുവൻ ഹിസ്റ്ററി പറയുകയാ. തകർക്കുവാൻ ശത്രുത്വം ശ്രമിച്ചപ്പോഴും. ഇത് യേശുക്രിസ്തുവിൻ്റെ മുമ്പുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 1900
48 മെയ് മാസം 15-ാം തീയതി ഇസ്രായേൽ എന്ത് ചെയ്തു? ഒരു വെടി പോലും പൊട്ടിക്കാതെ ഇസ്രായേൽ ഒരു രാജ്യമായി തീർന്നു എന്ന് നമുക്കറിയാം. ആകാശത്തേക്ക് ഒരു വെടിയെങ്കിലും പൊട്ടിച്ച് വേണ്ടേ ഒരു രാജ്യമാകാൻ. അവർ അതുപോലും പൊട്ടിക്കാതെ ബ്രിട്ടൻ എന്ത് ചെയ്തു? അവർക്ക് തങ്ങളുടെ കയ്യിലിരുന്ന സ്വത്തവകാശമായ ഇസ്രായേൽ യഹൂദന്മാർക്ക് എഴുതി കൊടുത്തു. സ്തോത്രം. ആമേൻ. ആയിരക്കണക്ക് വർഷങ്ങൾ ചിതറപ്പെട്ട് അതേ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളായിരുന്ന യഹൂദൻ, ആമേ സ്തോത്രം, മത്തായിയുടെ സുവിശേഷം 24, 25, 26 പറയുന്ന പോലെ അത്തി തളിർക്കുന്നത് കാണുമ്പോൾ എൻ്റെ വരവടുത്തല്ലെങ്കിൽ വേനലെടുത്തു. പ്രൈസ് ഗോഡ്. അത്തിയായ യഹൂദൻ എന്ത് ചെയ്തു? അവിടെ അതാ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പലസ്തീൻ്റെ മണ്ണിൽ രൂപീകരിപ്പാനിടയായി. എത്ര പേർ ആ രാജ്യം രൂപീകൃതമായി? വിരലെണ്ണുന്ന ദിവസങ്ങൾക്കകത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന 6 ദിവസത്തെ യുദ്ധങ്ങൾ. ആമേൻ. അങ്ങ് തുടർന്ന് യുദ്ധങ്ങളാണ്. 2025 നിൽക്കുമ്പോഴും യഹൂദന് യുദ്ധമുണ്ട്, കഷ്ടമുണ്ട്, പ്രശ്നമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവരുടെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലെങ്കിലും ആമേ സ്തോത്രം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണമേ. ഈ വചനം പറയുന്നു, അവർ എന്നെ ജയിച്ചിട്ടില്ല. ഇത് ഇസ്രായേലിൻ്റെ ശബ്ദമാണ്. പുതിയ നിയമ ഇസ്രായേലിൻ്റെ ശബ്ദമാണ്. അവർ എന്ന് പറയുന്നത് നമ്മുടെ അവർ ആരെന്നറിയാമോ? അത് നാം തിരിച്ചറിയണം. നമ്മുടെ അവർ ജഡമാ. നമ്മുടെ അവർ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ നമ്മളെ കാണുന്ന സഹോദരങ്ങളൊന്നുമല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. ഈ നമ്മുടെ അവർ നമ്മെ ജയിക്കില്ലെന്ന് പറയുന്നത് ഇരുളിൻ്റെ ആഴങ്ങളും നമ്മെ ക്രിസ്തുവിൽ നിന്ന് വേർപിരിക്കുന്ന അനുഭവങ്ങളുമാ. അങ്ങനെയെങ്കിൽ പാപത്തിൻ്റെ മേൽ, ജഡത്തിൻ്റെ മേൽ നാം ഈ ദിവസങ്ങൾ ജയം എടുക്കുകയാണെങ്കിൽ നിശ്ചയമായും സ്വർഗം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.